ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ശാസനങ്ങളാണ്. ശാസനങ്ങൾ PSCക്ക് ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ശാസനം തന്നിട്ട് അത് പുറപ്പെടുവിച്ച വ്യക്തി ആരെന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇപ്പോൾ തരിസാപ്പള്ളി ശാസനം അത് പുറപ്പെടുവിച്ചത് ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും കാണാറുണ്ട്. അപ്പോൾ അത് 9 ശാസനങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നും പുറപ്പെടുവിച്ച വ്യക്തികൾ എന്തായാലും പഠിക്കണം. അപ്പം നമ്മളത് കോഡൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല, പക്ഷെ നമ്മളത് കോഡ് ഉപയോഗിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശാസനങ്ങളെ പറ്റി പറയുമ്പോൾ ആകെ 9 ശാസനങ്ങളാണ് ഉള്ളത്. ആകെ 9 ശാസനങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ ശാസനം നോക്കാം. വാഴപ്പള്ളി ശാസനം. ആദ്യത്തെ ശാസനം വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനത്തെ പറയുമ്പോൾ അതിൻ്റെ കോഡ് ആദ്യം നമുക്ക് നോക്കാം. കോഡ് എന്താണെന്ന് വെച്ചാൽ വാഴ രാജ റോം. വാഴ രാജ റോം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇതിൽ നിന്നും വാഴ എന്നുള്ളതിൽ നിന്നും നമുക്ക് വാഴപ്പള്ളി ശാസനമാണെന്ന് മനസ്സിലാക്കാം. രാജ എന്നുള്ളതിൽ നിന്നും വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖര വർമ്മനാണ്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? രാജശേഖര വർമ്മനാണ്. ഇനി റോം എന്നുള്ളതിൽ നിന്നും കേരളത്തിന് റോമുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പ്രതിപാദിക്കുന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ്. കേരളത്തിന് റോമുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ഏത്? വാഴപ്പള്ളി ശാസനം. ഇനി റോമിനെ പറ്റി പറയുമ്പോൾ റോമുമായിട്ടുള്ള ബന്ധത്തെ പോലെ തന്നെ റോമിലെ നാണയമായിട്ടുള്ള ദിനാറിനെ പറ്റി പ്രതിപാദിക്കുന്നതും ഏതിൽ തന്നെയാണ്? വാഴപ്പള്ളി ശാസനത്തിൽ തന്നെയാണ്. ദിനാറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതും ഏതിലാണ്? വാഴപ്പള്ളി ശാസനത്തിലാണ്. ഇനി മറ്റൊരു പോയിന്റ്, മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ശാസനമാണ് ഏത് ശാസനം? വാഴപ്പള്ളി ശാസനം. മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. ഇനി നമഃശിവായ എന്ന വന്ദനവാക്യത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്ന ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ്. നമഃശിവായ എന്ന വന്ദനവാക്യത്തോടു കൂടി ആരംഭിക്കുന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ്. ഇനി ചേര രാജാക്കന്മാരുടേതായിട്ട് കേരളത്തിൽ നിന്ന് കണ്ടെടുത്ത ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനം തന്നെയാണ്. ചേര രാജാക്കന്മാരുടേതായിട്ട് കേരളത്തിൽ നിന്നും കണ്ടെടുത്ത ശാസനമാണ് ഏത് ശാസനം? വാഴപ്പള്ളി ശാസനം. ഇനി മറ്റൊരു പോയിന്റ്, ഏറ്റവും പഴക്കം ചെന്ന ശാസനം ഏതാണെന്ന് വെച്ചാൽ വാഴപ്പള്ളി ശാസനമാണ്. 9 ശാസനങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ശാസനം ഏതാണ്? ഈ വാഴപ്പള്ളി ശാസനമാണ്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ശാസനം വാഴപ്പള്ളി ശാസനം. ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു? വാഴ രാജ റോം. ഈ കോഡ് ഓർത്ത് വെക്കുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വാഴപ്പള്ളി ശാസനമാണ്. അത് പുറപ്പെടുവിച്ച വ്യക്തി രാജശേഖര വർമ്മനാണ്. ദെൻ റോമുമായിട്ടുള്ള ബന്ധത്തെ, കേരളത്തിന് റോമുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പ്രതിപാദിക്കുന്ന ശാസനമാണ്. അതുപോലെ തന്നെ ദിനാറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഏത് തന്നെയാണ്? വാഴപ്പള്ളി ശാസനം തന്നെയാണ്. ഇനി മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ശാസനമാണ് ഇത്? വാഴപ്പള്ളി ശാസനം. അതുപോലെ നമഃശിവായ എന്ന വന്ദനവാക്യത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ്. അതുപോലെ ചേര രാജാക്കന്മാരുടേതായിട്ട് കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ശാസനമാണ് ഏത്? വാഴപ്പള്ളി ശാസനം. ഇനി ഏറ്റവും പഴക്കം ചെന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? വാഴപ്പള്ളി ശാസനം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ശാസനം തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം. ഇതിന്റെ കോഡ് നോക്കാം. തരിസ്ഥാണു വടി. ഇതാണ് കോഡ്. തരിസ്ഥാണു വടി. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? തരി എന്നുള്ളതിൽ നിന്നും തരിസാപ്പള്ളി ശാസനമാണെന്ന് മനസ്സിലാക്കാം. സ്ഥാണു എന്നുള്ളതിൽ നിന്നും സ്ഥാണു രവിവർമ്മ. സ്ഥാണു രവിവർമ്മയാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തരിസ്ഥാണു വടി എന്നുള്ളത് സ്ഥാണു എന്നുള്ളതിൽ നിന്ന് ആരാണിത് പുറപ്പെടുവിച്ചത്? തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണെന്ന് വെച്ചാൽ സ്ഥാണു രവിവർമ്മയാണ്. ഇനി വടി എന്നുള്ളതിൽ നിന്നും
ഇത് എഴുതി തയ്യാറാക്കിയത്, പുറപ്പെടുവിച്ചത് സ്ഥാണു രവിവർമ്മയാണ്. തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അയ്യനടികൾ തിരുവടികളാണ്. അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ ഈ കോഡിൽ നിന്ന് നമുക്ക് ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റുള്ള പോയിന്റ്സ് നോക്കാം. വർഷം കൃത്യമായി അറിയുന്ന ഒരേ ഒരു ശാസനമാണ് ഏത്? തരിസാപ്പള്ളി ശാസനം. അത് പുറപ്പെടുവിച്ച വർഷം കൃത്യമായി അറിയുന്ന ഒരേ ഒരു ശാസനം ഏതാണ്? വർഷം കൃത്യമായി അറിയുന്ന ഒരേ ഒരു ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. ഇനി മുസ്ലിം അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ പറ്റി അറിയുന്ന ഒരേ ഒരു ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. അതുപോലെ തന്നെ അടിമത്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന ശാസനം. മുസ്ലിം വിഭാഗം അതുപോലെ ക്രിസ്ത്യൻ മതവിഭാഗം അതുപോലെ അടിമത്തത്തെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നത് ഏത് ശാസനമാണ്? തരിസാപ്പള്ളി ശാസനമാണ്. അതുപോലെ സ്ഥാണു രവി ശാസനം, കോട്ടയം ചേപ്പേട് എന്നൊക്കെ അറിയപ്പെടുന്ന ശാസനം ഏതാണെന്ന് വെച്ചാൽ ഏത് തന്നെയാണ്? തരിസാപ്പള്ളി ശാസനം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? സ്ഥാണു വടി കോഡ് ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് എന്താണ് പുറപ്പെടുവിച്ചത് ആരാണെന്ന് വെച്ചാൽ സ്ഥാണു രവിവർമ്മ. ഇനി അത് എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് വെച്ചാൽ അയ്യനടികൾ തിരുവടികളാണ്. അതുപോലെ വർഷം കൃത്യമായി അറിയാവുന്ന ഒരേ ഒരു ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. അതുപോലെ മുസ്ലിം വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗം അതുപോലെ അടിമത്തത്തെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് ഏത് ശാസനത്തിലാണ്? തരിസാപ്പള്ളി ശാസനത്തിലാണ്. ഇനി സ്ഥാണു രവി ശാസനം, സ്ഥാണു രവിവർമ്മയാണല്ലോ പുറപ്പെടുവിച്ചത്. അപ്പോൾ സ്ഥാണു രവിശാസനം എന്നറിയപ്പെടുന്നത്, അതുപോലെ കോട്ടയം ചേപ്പേട് എന്നറിയപ്പെടുന്നതും ഏത് ശാസനമാണെന്ന് വെച്ചാൽ ഏതാണ്? തരിസാപ്പള്ളി ശാസനം തന്നെ. ഇനി അടുത്ത ശാസനമാണ് തിരുവിതാംകോട് ശാസനം. തിരുവിതാംകോട് ശാസനത്തിൽ 2 പോയിന്റാണ് പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളത്. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തേത് പുറപ്പെടുവിച്ച വ്യക്തി എന്തായാലും പഠിക്കണം. പുറപ്പെടുവിച്ച വ്യക്തി ആരാണ്? കോട്ടയം കേരളവർമ്മയാണ് തിരുവിതാംകോട് ശാസനം പുറപ്പെടുവിച്ചത്. ഇനി മണ്ണാപ്പേടി പുലപ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിച്ച ശാസനം ഏതാണെന്ന് വെച്ചാൽ തിരുവിതാംകോട് ശാസനമാണ്. അപ്പോൾ തിരുവിതാംകോട് ശാസനം പുറപ്പെടുവിച്ചത് ആരാണെന്ന് വെച്ചാൽ കോട്ടയം കേരളവർമ്മയാണ്. അതുപോലെ മണ്ണാപ്പേടി പുലപ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിച്ച ശാസനം ഏതാണെന്ന് വെച്ചാലും ഏത് തന്നെയാണ്? തിരുവിതാംകോട് ശാസനമാണ്. അപ്പോൾ ഇത്രയും 2 പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കുക. മറ്റൊരു ശാസനമാണ് മാമ്പള്ളി ശാസനം. ഓർത്ത് വെക്കാനായിട്ടൊരു കോഡുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാമ്പള്ളി കോത കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. എന്താണ്? മാമ്പള്ളി കോത കൊല്ലപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണുള്ളത്. ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മാമ്പള്ളി എന്നുള്ളതിൽ നിന്ന് തന്നെ മാമ്പള്ളി ശാസനമാണെന്ന് മനസ്സിലാക്കാം. കോത എന്നുള്ളതിൽ നിന്നും മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോതയാണ്. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ വല്ലഭൻ കോതയാണ്. അപ്പോൾ ഇത് മനസ്സിലായി. ഇനി കൊല്ലപ്പെട്ടു എന്നുള്ളതിൽ നിന്നും കൊല്ലവർഷം ആദ്യമായി പ്രതിപാദിച്ച ശാസനമാണ് ഏത്? മാമ്പള്ളി ശാസനം. അപ്പോൾ മാമ്പള്ളി ശാസനത്തിനെ പറ്റി പറയുമ്പോൾ മാമ്പള്ളി കോത കൊല്ലപ്പെട്ടു. ഈ കോഡ് ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ശ്രീ വല്ലഭൻ കോതയാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. അതുപോലെ കൊല്ലപ്പെട്ടു എന്നുള്ളതിൽ നിന്നും കൊല്ലവർഷത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസനം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മാമ്പള്ളി ശാസനം. അപ്പോൾ എളുപ്പമാണ്, 2 പോയിന്റേ ഉള്ളൂ. അത് നമുക്ക് കോഡിലൂടെ തന്നെ ഓർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കാം. ഇനി അടുത്ത ശാസനമാണ് തിരുവിലങ്ങാട്ട് ശാസനം. ഈ തിരുവിലങ്ങാട്ട് ശാസനം പുറപ്പെടുവിച്ചത് രാജരാജ ചോളനാണ്. തിരുവിലങ്ങാട്ട് ശാസനം പുറപ്പെടുവിച്ചത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? രാജരാജ ചോളനാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പരശുരാമൻ
പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന ഐതിഹ്യം പ്രതിപാദിക്കുന്ന ശാസനമാണ് ഏത്? തിരുവിലങ്ങാട്ട് ശാസനം. ഇപ്പൊ 2 പോയിന്റ്സ് ആണ്, ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? പുറപ്പെടുവിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ രാജരാജ ചോളനാണ്. അതുപോലെ തന്നെ പരശുരാമൻ മഴു എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന ഐതിഹ്യം പ്രതിപാദിക്കുന്നത് ഏത് ശാസനം എന്നാണ്? തിരുവിലങ്ങാട്ട് ശാസനമാണ്. ഇനി അടുത്ത ശാസനമാണ് ഹജൂർ ശാസനം. ഹജൂർ ശാസനം. ഹജൂർ ശാസനത്തെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയാൻ ഒന്നുമില്ല. അത് പുറപ്പെടുവിച്ച ആളെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്ദടക്കനാണ്. കരുനന്ദടക്കനാണ് ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത്. ഹക്ക എന്ന് ഓർത്ത് വയ്ക്കുക. ഹജൂർ കരുനന്ദടക്കൻ. അപ്പൊ ഹക്ക എന്ന് ഓർത്ത് വയ്ക്കുക. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചതാരാണ്? കരുനന്ദടക്കൻ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പഠിച്ചു വെക്കുക. തിരുവിലങ്ങാട്ട് ശാസനം പുറപ്പെടുവിച്ചത് രാജരാജ ചോളൻ. പരശുരാമൻ മഴു എറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന ഐതിഹ്യം പ്രതിപാദിക്കുന്നത് ഏത് തന്നെയാണ്? തിരുവിലങ്ങാട്ട് ശാസനം തന്നെയാണ്. അതുപോലെ ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്ദടക്കനാണ്. അടുത്ത ശാസനമാണ് പാലീയം ശാസനം. പാലീയം ശാസനം ഓർത്ത് വയ്ക്കാനുള്ള കോഡ് പാലിന് ഗുണമുണ്ട് എന്നോർത്ത് വയ്ക്കാം. പാലിന് ഗുണമുണ്ട് എന്നുള്ളതിൽ നിന്നും പാലിന് എന്നതിൽ നിന്നും പാലീയ ശാസനം എന്ന് കിട്ടും. ഗുണമുണ്ട് എന്നുള്ളതിൽ നിന്നും പാലീയം ശാസനം പുറപ്പെടുവിച്ച വ്യക്തി വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണൻ. അപ്പൊ നമുക്ക് ഗുണമുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനാണ് എന്ത്? പാലീയം ശാസനം പുറപ്പെടുവിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി മറ്റൊരു പോയിന്റ്, ശ്രീമൂലവാസം ചെപ്പേട് എന്നറിയപ്പെടുന്നത് ഏത് ശാസനമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാലീയം ശാസനം എന്ന് പറയും. അപ്പോൾ പാലിന് ഗുണമുണ്ട് എന്ന് ഓർത്ത് വെക്കുക. പാലീയം ശാസനം പുറപ്പെടുവിച്ചതാരാണ്? വിക്രമാദിത്യ വരഗുണൻ. അതുപോലെ ശ്രീമൂലവാസം ചെപ്പേട് എന്നറിയപ്പെടുന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? പാലീയം ശാസനം തന്നെയാണ്. അടുത്തത് ജൂതശാസനം. ജൂതശാസനത്തിന്റെ കോഡ് ഓർത്ത് വയ്ക്കുക. ജൂത ഭാസ്കര റബ്ബാൻ. ജൂത ഭാസ്കര റബ്ബാൻ. ഇതിൽ നിന്നും ജൂത എന്നുള്ളതിൽ നിന്നും ജൂതശാസനം എന്ന് കിട്ടും. ഭാസ്കര എന്നുള്ളതിൽ നിന്നും ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മനാണെന്ന് കിട്ടും. ഭാസ്കര രവിവർമ്മനാണ് ജൂതശാസനം പുറപ്പെടുവിച്ചത്. ഇനി റബ്ബാൻ എന്നുള്ളതിൽ നിന്ന് ജോസഫ് റബ്ബാനുമായിട്ടുള്ള വ്യവസായ ബന്ധത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഏതാണ്? ജൂത ശാസനമാണ്. അപ്പോൾ ജൂത ഭാസ്കര റബ്ബാൻ എന്നുള്ളതിൽ നിന്നും ഭാസ്കര രവിവർമ്മനാണ് എന്ത്? ജൂതശാസനം പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ ജോസഫ് റബ്ബാൻ എന്ന് പറയുന്ന വ്യവസായിയായിട്ടുള്ള വ്യവസായ ബന്ധത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ഏതിലാണ്? ജൂത ശാസനത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇനി അവസാനത്തെ ശാസനമാണ് ചോക്കൂർ ശാസനം. ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് ഗോദ രവിവർമ്മനാണ്. ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗോദ രവിവർമ്മനാണ്. ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നത് ഏത് ശാസനത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ചോക്കൂർ ശാസനത്തിലാണ്. അപ്പൊ ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗോദ രവിവർമ്മനാണ്. അതുപോലെ ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചോക്കൂർ ശാസനമാണ്. അപ്പൊ ഇത്രയും ശാസനങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതെന്തായാലും പഠിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പുറപ്പെടുവിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്നാണ്. അപ്പൊ അത് നമ്മൾ കോഡിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ചെണ്ണം ഒക്കെ. അപ്പൊ അതെല്ലാവരും കോഡൊക്കെ ഓർത്ത് വെച്ച് പഠിച്ചിരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലും ഈ വീഡിയോ എത്താനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.